അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവിൻ്റെ അതിഥികളായി അല്ലാഹുവിൻ്റെ ഭവനത്തിലേക്ക് അതുപോലെ അല്ലാഹുവിൻ്റെ അസ്തിത്വവും അവന്റെ മഹത്വവും അവന്റെ ശക്തിയും കാരുണ്യവും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഷഅയറുള്ള എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച അവന്റെ ചിഹ്നങ്ങളുടെ അടുത്തേക്കും യാത്ര തിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ആദ്യമായി അഭിനന്ദിക്കുകയും അവരുടെ തീരുമാനം പൂർണ്ണമായും അല്ലാഹു അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന സ്വഭാവത്തെ പൂർത്തീകരിക്കാൻ അല്ലാഹു അവർക്ക് സൗഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ ലളിതമായ ഒരു ഇബാദത്താണ് ഹജ്ജ്. എന്നാൽ വളരെ സങ്കീർണമായ ഒരു ഇബാദത്താക്കി അതിനെ മാറ്റുകയും ചെയ്യാം. വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഹജ്ജിലുള്ളത്. എന്നാൽ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും പഠിച്ചു തീർക്കാൻ സാധ്യമല്ലാത്ത അത്രയും വിശാലവും ആഴവും വലുപ്പമുള്ള കാര്യമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഏതൊരു സാധാരണക്കാരനും ഞാൻ അല്ലാഹുവിന്റെ ഭവനം സന്ദർശിച്ച് അതുപോലെ മിനയിലും അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ സന്ദർശനം നടത്തി അവിടെ നടത്തേണ്ടുന്ന വളരെ ലളിതമായ കാര്യങ്ങൾ നിർവഹിച്ച് തിരിച്ചു പോരും എന്ന് തീരുമാനിച്ച് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് അല്ലാഹുവിലേക്ക് അവൻ വിളിച്ചതനുസരിച്ച് അവന്റെ അതിഥികളായിട്ട് പോകുന്നവരാണ് ഹാജിമാർ. ആദ്യമായി ഹജ്ജിന് പോകുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം തസബ്ബുദ് പാതയം ഒരുക്കുക എന്നതാണ്. പാതയം എന്നതിൽ ഭൗതികമായ അർത്ഥത്തിലുള്ള അങ്ങോട്ട് പോകാനും വരാനും അവിടെ താമസിക്കാനും അവർ താമസത്തിന്റെ സന്ദർഭത്തിൽ ചെലവഴിക്കാനും ആവശ്യമായ പണവും അതുപോലെ തന്നെ ആരോഗ്യവും ചുറ്റുപാടുമൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നത് പാതയത്തിൽപ്പെട്ടതാണ്. പക്ഷെ അതിനു മുമ്പ് ഹജ്ജിന് പോകുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അങ്ങോട്ട് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് പ്രത്യേകമായി ഹിദായത്ത് നേടാനാണ്. നിങ്ങൾ നേരത്തെ ഹിദായത്ത് നേടിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഉപരിയായി പൂർണ്ണമായി അത് നേടിയെടുക്കുവാൻ അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഹുദൽ ലിന്നാസ് മനുഷ്യരുടെ സന്മാർഗത്തിനുള്ളത് അതേപോലെ മുബാറക്ക് അനുഗ്രഹീതമായത് എന്ന് വിശേഷിപ്പിച്ചപ്പെട്ട മക്കയിലുള്ള കഅബ, ആ കഅബയുടെ അടുത്തേക്ക് നിങ്ങൾ എത്തുമ്പോൾ അതിന്റെ അടുത്തേക്ക് നിങ്ങൾ നടന്ന് നീങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരുതരം അങ്കലാപ്പ് സാധാരണക്കാർക്കുണ്ടാവും.
കേട്ടതുപോലെ മനസ്സിലാക്കിയ ആളുകൾ കണ്ണീര് വാർത്തുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിന്റെ സന്നിധിയിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ഉൾക്കിടലത്തോടുകൂടി കഅബയുടെ നീങ്ങും. അതിന്റെ അടുത്തെക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ നിങ്ങളൊക്കെ പഠിച്ചു വെച്ചതുപോലെ തവാഫ് ആരംഭിക്കുന്നു. ആ തവാഫിൽ ചൊല്ലേണ്ടുന്ന കാര്യങ്ങൾ ചൊല്ലുന്നു. അതിലൊന്നാമതായി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞ ശേഷം അല്ലാഹുമ്മ ഈമാനം ബിക എന്നാണ് പറയുന്നത്. അല്ലാഹുവേ നിന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്. അപ്പോഴും ചോദിക്കാൻ നേരത്തെ വിശ്വാസികളല്ലായിരുന്നോ? ഇവിടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസമല്ല, ഒന്ന് പുതുക്കാൻ അള്ളാഹുവിന്റെ അടുത്ത് നേരിട്ട് പോയിട്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മൾ വിശ്വാസികളാകുകയാണ്. ആ വിശ്വാസികളുടെ പരമ്പരയിൽ നമ്മൾ ചേരുകയാണ്. അതേപോലെ അള്ളാഹുവിന്റെ കിതാബ് സത്യവൽക്കരിച്ചുകൊണ്ട് എന്നാണ് പിന്നെ പറയുന്നത്. അതേപോലെ സുന്നത്തിന് നബിയിക്കാം എന്നാണ് പിന്നെ പറയുന്നത്. പ്രവാചകന്റെ ജീവിതം അതേപോലെ പകർത്തിക്കൊണ്ട് ഞാനിതാ മുമ്പോട്ട് നീങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തവാഫിന്റെ അടിക്കൽ വെക്കേണ്ടത്. നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ആ ബോധത്തോടു കൂടി ആ കാര്യം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവും നിങ്ങളും തമ്മിൽ സംഭാഷണം നടത്തുന്നത് പോലുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ആശീർവദിക്കാനും നിങ്ങളുടെ ഓരോ പ്രാർത്ഥനക്കും ഓരോ സന്ദർഭത്തിലും ആമീൻ ആമീൻ എന്ന് പറയുവാനും കോടി മലക്കുകൾ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ കാണുന്ന മനുഷ്യർ മാത്രമല്ല, കാണാത്ത കോടി മലക്കുകളും നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. അങ്ങനെ മുബാറക് അനുഗ്രഹീതമായ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുകയാണ് ഹജ്ജിലൂടെ ചെയ്യുന്നത്. അതേപോലെ അവിടുന്ന് തവാഫ് കഴിഞ്ഞ് സഅയിലേക്ക് പോകുമ്പോഴും, അതുപോലെ മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുമ്പോഴും, അതുപോലെ സംസമിന്റെ അടുത്തേക്ക് പോകുമ്പോഴും, ഹജ്ജിന്റെ കർമ്മങ്ങളായി മിനയിലേക്ക് ചെല്ലുമ്പോഴും, അറഫയിൽ ചെല്ലുമ്പോഴും, മുസ്ദലിഫയിൽ ചെല്ലുമ്പോഴും, ഇത്രയും സ്ഥലങ്ങളാണല്ലോ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരാമർശിക്കാനുള്ളത്, നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അവിടെ വലിയ കാര്യമൊന്നും നമുക്ക് ആർക്കും ചെയ്യാനില്ല. ഏത് ഭാഷ അറിയാത്തവനും, അതേപോലെ വൈദഗ്ധ്യമില്ലാത്തവനും, അതേപോലെ യോഗ്യതയില്ലാത്തവനും ഒക്കെ തന്റെ മനസ്സ് അള്ളാഹുവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളതാണ് ഈ സ്ഥലങ്ങളൊക്കെ. ആ സ്വഭാവത്തിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും സാധിക്കും. അത്രയും ലളിതമാണ് ആ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കും. പോകുന്ന പല ആളുകളും, അറബിയൊന്നും അറിയാത്ത പല ആളുകളും വല്ലാതെ പ്രയാസപ്പെട്ട് ഏതോ പുസ്തകമൊക്കെ വാങ്ങിയിട്ട് ആപത്യശാശി വായിച്ചുകൊണ്ടിരിക്കും. വായിക്കുന്നതല്ലാതെ പഠിക്കുന്നതല്ല. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ആ വായനയും ആ പഠനവും അല്ല യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ യാഥാർത്ഥ്യം. അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച അള്ളാഹുമായുള്ള ബന്ധവും അള്ളാഹുവിന്റെ മലക്കുകളോടൊപ്പമുള്ള ആ വിശുദ്ധമായ അവസ്ഥ നേടിയെടുക്കണമെന്ന ബോധവും ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുക എന്നതാണ് അതിന്റെ കാതലായ വശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ വിശദീകരിക്കേണ്ടെന്ന ആവശ്യം ഇപ്പോഴില്ല. പോകുന്നവരൊക്കെ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ടാവും. ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അതേ സമയത്ത് ബേജാറാവേണ്ടതില്ല. നേരത്തെയാണ് പറഞ്ഞതുപോലെ ഏത് സാധാരണക്കാരനും ഇഹ്റാമിൽ പ്രവേശിച്ച് കാബയുടെ ചുറ്റും കറങ്ങി, അതേപോലെ സഅയ് ചെയ്ത്, അതേപോലെ നിസ്കരിച്ച്, മഖാം ഇബ്രാഹിമിന് നിസ്കരിച്ച്, അതേപോലെ അറഫയിൽ അങ്ങോട്ട് പോയി, മിനയിൽ തങ്ങേണ്ടത് അങ്ങോട്ട് പോയി, മുസ്ദലിഫയിൽ തങ്ങേണ്ട രാത്രി അവിടെയും തങ്ങി അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്താൽ പൂർത്തിയാവുന്നതാണ് ഹജ്ജ്. അതുകൊണ്ട് ബേജാറാവേണ്ടതൊരു കാര്യവുമില്ല എന്ന് മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത്. അവസാനമായി പറയാനുള്ളത്, ഹജ്ജില് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം പ്രാർത്ഥന എന്നതാണ്. ആ പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിൽ അംഗീകരിക്കപ്പെടുന്നത് പ്രാർത്ഥന നിങ്ങൾ നടത്തേണ്ടത് ഒന്ന് തവാഫിന്റെ സന്ദർഭത്തിലാണ്. വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തവാഫിന്റെ സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് ആദ്യത്തെ തവാഫിലുള്ള നിങ്ങളുടെ പ്രാർത്ഥന, അത് തികച്ചും കണ്ണീരോട് കൂടി നിങ്ങളുടെ ഹൃദയം പിടച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ നടത്തുക. അങ്ങനെയാണ് നടത്തേണ്ടത്. യഥാർത്ഥ ഒരു വിശ്വാസിയായ മനുഷ്യൻ അങ്ങനെയേ നടത്താൻ കഴിയും. ആ പ്രാർത്ഥനയിൽ
നിങ്ങളുടെ ആവശ്യം ഈ ലോകവുമായി ബന്ധപ്പെട്ട പരലോകവുമായി ബന്ധപ്പെട്ട അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കുടുംബവുമായി നിങ്ങളുടെ നാടുമായി നിങ്ങളുടെ സമുദായവുമായി ലോകവുമായി ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങളുടേതായ ഭാഷയിലല്ല അവരോട് പറയാവുന്നതാണ്. ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങൾക്കറിയാവുന്ന ഖുർആൻ പാരായണം ചെയ്യാം. അതേപോലെ നിങ്ങൾക്കറിയാവുന്ന ദിക്റുകൾ അതിനിടയിലൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ പ്രാർത്ഥനക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന തന്നെ നിർവഹിക്കേണ്ടുന്ന ഒരു സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. അവിടെയും പ്രവാചകം പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ ചൊല്ലാൻ വേണ്ടി അല്ലാഹുവേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ, അതിന് ഉത്തരം നൽകണമേ എന്ന് പറയാൻ വേണ്ടി ആ അറഫയിൽ സമ്മേളിക്കുന്ന മാലാഖമാരുടെ എണ്ണം ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഒരു മൺതരിട്ടാൽ താഴോട്ട് വീഴാത്ത അത്രയും അവര് തിങ്ങിഞ്ഞറിഞ്ഞ് ഉള്ള ഒരു സന്ദർഭമാണ് ആ സമ്മേളന സദസ്സ് എന്ന ബോധത്തോടു കൂടി അവിടെയും നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ സമയം ഉപയോഗപ്പെടുത്തണം. പലരും ഉറങ്ങുന്നുണ്ടാവും, പലരും നാട് കാണുന്നുണ്ടാവും, പലരും പല വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും. അതല്ല നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ നിരതരാവുക എന്ന സ്വഭാവത്തിലായിരിക്കണം അറഫ ഉപയോഗപ്പെടുത്തേണ്ടത്. മുസ്ദലിഫയിലും ഉറങ്ങുന്ന സമയത്തിനു മുമ്പ് സാധ്യമാകുന്നിടത്തോളം നിസ്കരിച്ചിട്ട് കിട്ടുന്ന സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക. അശ്വറുൽ ഹറാമിൽ എന്ന അള്ളാഹു പഠിപ്പിച്ച ആ സ്വഭാവത്തില് ദിക്റും ദുആയും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടിക്കൊണ്ട് അവിടെയും മുമ്പോട്ട് പോകണം. അതാണ് ആ സന്ദർഭത്തിൽ നിർവഹിക്കേണ്ടത്. മറ്റൊരു കാര്യം ഓർമ്മിക്കാറുള്ളത്, കല്ലെറിയാൻ ചിലര് അഫ്ദലായ സമയം നോക്കി പോവാറുണ്ട്. അതായത് നമസ്കാരത്തിന് തൊട്ട് മുമ്പ് ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം പോകാൻ നോക്കും. സുബഹിസ്കരിച്ച ഉടനെ അങ്ങോട്ട് ഓടാൻ നോക്കും. അങ്ങനെ ഒന്നും ഒരു സാഹസികമായി ചെയ്യേണ്ടതല്ല യാതൊരു കാര്യങ്ങൾ. ആ മുഹൂർത്തം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചെല്പം മരിച്ചു, അതിന് മാത്രം നിൽക്കും തിരക്കുകളുണ്ടാവും. അതുണ്ടാക്കരുത്. മറിച്ച് സാവകാശം സൗകര്യം നോക്കി ഒഴിവ് നോക്കി ആ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. വൃദ്ധന്മാരും അതേപോലെ ധൈര്യമില്ലാത്ത സഹോദരികളും ധൈര്യമില്ലാത്ത സഹോദരന്മാരും ഒക്കെ രാത്രിയിൽ കല്ലെറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഹജ്ജിന് എന്നതും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് സൗകര്യമുള്ള വിശാലമായി നമുക്ക് ചെയ്യാവുന്ന മനസ്സാന്നിധ്യത്തോടു കൂടി ചെയ്യാൻ സാധ്യമാകുന്ന സന്ദർഭം കാത്തുകൊണ്ട് ആയിരിക്കണം നിങ്ങൾ ഹജ്ജിലെ കർമ്മങ്ങൾ ഓരോന്നും നിർവഹിക്കേണ്ടത് എന്നും കൂടി മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ ഹജ്ജും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ അർത്ഥത്തിലും 100% മഖ്ബൂലും മബ്റൂറുമായി പൂർത്തീകരിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ മദീനയിൽ നിങ്ങൾ എത്തുമ്പോൾ പ്രവാചകന്റെ പള്ളിയിൽ നിസ്കരിക്കുക. കഴിയുന്നതും പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തന്റെ മെമ്പറിന്റെയും തന്റെ വീട്ടിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം റൗളത്തും വലിയാതിൽ ജന്ന സ്വർഗ പൂന്തോപ്പിൽ നിന്ന് പൂന്തോപ്പാണ് എന്ന് പഠിപ്പിച്ച ആ സ്ഥലത്ത് നിസ്കരിക്കാം എന്നതിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. സ്ത്രീകൾക്കും അതേപോലെ പുരുഷന്മാർക്കും നിസ്കരിക്കാൻ പ്രത്യേകം സമയമൊക്കെ അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ നിസ്കരിക്കാനൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. പക്ഷെ എപ്പോഴും അതിനുവേണ്ടി പാടുപെടേണ്ട. ഒരിക്കലും അവിടെ പോയിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ പ്രവാചകനും സിദ്ദീഖുൽ അക്ബറിനും ഉമറുൽ ഫാറൂഖിനും സലാം ചൊല്ലാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതിനുശേഷം ജന്നത്തുൽ ബഖയിലുള്ള വിശ്വാസികളായ സഹാബികളും അതേപോലെ സ്ത്രീകളും ഒക്കെ ആയ ഒരുപാട് ആളുകൾ കണക്കാക്കാൻ സാധ്യമല്ലാത്ത ആളുകൾ അന്ത്യപ്പെടുന്ന സ്ഥലമാണ്. അത് അവിടെയും പോയി സിയാറത്ത് ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നും കൂടി സ്വാമത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അവരോട് എന്തെങ്കിലും ആവശ്യം നിങ്ങൾ ഉന്നയിക്കരുത്. അത് നബിയോടായാലും ശരി, സിദ്ദീഖുൽ അക്ബറിനോടായാലും ശരി, ഉമറുൽ ഫാറൂഖിനോടായാലും ശരി, അതേപോലെ ജന്നത്തുൽ ബഖയിലുള്ള ആളുകളോടായാലും ശരി, ഇങ്ങോട്ട് ചോദിക്കല്ല, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക എന്നതാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ സ്വഭാവത്തിൽ ആ കാര്യം നിർവഹിക്കാം. അങ്ങനെ നിങ്ങൾ നിർവഹിച്ചാൽ തീർച്ചയായും ഹജ്ജും ഉംറയും കൃത്യമായി ചെയ്തവരായിട്ട് നിങ്ങൾ തിരിച്ചു വരാൻ സാധിക്കും. അത് പ്രവാചകന്റെ പള്ളി സന്ദർശിച്ച
പ്രവാചകന്റെ ഖബർ സംബന്ധിച്ച ഏറ്റവും നല്ല പ്രവാചക സ്നേഹികളായി തിരിച്ചു വളർന്ന് സാധ്യമാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിലും സ്വഭാവത്തിലും കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഹജ്ജ് ചെയ്ത എല്ലാ ഹാജിമാർക്കും അവരുടെ ഹജ്ജിന്റേതായ നന്മകൾ തങ്ങളുടെ ജീവിതത്തിൽ നടത്തുവാൻ അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. ഹജ്ജ് ചെയ്യാൻ പോകുന്ന മുഴുവൻ ആളുകൾക്കും നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ പൂർണ്ണമായ ചൈതന്യത്തോടുകൂടി നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി പൂർണ്ണ മനസ്ഥാന്നിധ്യത്തോടുകൂടി എല്ലാ രംഗത്തും തങ്ങളുടേതായ സാന്നിധ്യം ഉറപ്പുവരുത്തി ഓരോന്നും അതിൻ്റെതായ ക്രമത്തെ പൂർത്തീകരിച്ച് തിരിച്ചു വരാനും അങ്ങനെ തിരിച്ചു വന്ന ശേഷം തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ നേടിയ ഹിദായത്തിന്റെയും ബർക്കത്തിന്റെയും അതുപോലെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യത്തെയും ഒക്കെ ആ വിശാലമായ അവസ്ഥകൾ തങ്ങളുടെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ നൽകാനും സാധ്യമാകുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ